ഈ കുടിവെള്ളത്തിൽ വിഷം കലക്കി ഇരിക്കുകയാണിപ്പോൾ. അതും നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നിന്നാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അതിലെത്രത്തോളം വാസ്തവമുണ്ട്? പറഞ്ഞിരിക്കുന്നത് അരവിന്ദ് കേജ്രിവാൾ. വാസ്തവത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കടുത്ത വിഷമെന്ന് പറയുന്നത് ഈ അരവിന്ദ് കേജ്രിവാളാണ്. കടുത്ത വിഷം. വളരെ ഉത്തരവാദിത്വത്തോടും സത്യസന്ധതയോടും കൂടി പറയാം. ഒരൊറ്റ രാഷ്ട്രീയ നേതാവും പറയാത്ത ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമില്ല. പറഞ്ഞിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരന് മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് ഒരു കാലത്തും ചേരാത്ത കാര്യമാണ്. ഒരു മൂന്നാം കിട രാഷ്ട്രീയക്കാരൻ പോലും പറ്റാത്ത ആരോപണം. BJP യമുനയിലെ ജലത്തിൽ വിഷം ചേർത്തിട്ട് ആളുകളെ കൊല്ലാൻ നോക്കുന്നു. എന്ത് മണ്ടത്തരവും വങ്കത്തരവും അതുപോലെ വഷളത്വവുമാണ് ഇദ്ദേഹം പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ. BJPയെ പോലൊരു കക്ഷി ഡൽഹിയിൽ നല്ല ബേസിൽ ഉള്ള, ഡൽഹിയിലൂടെ അധികാരത്തിൻ്റെ ചെങ്കോട്ടയിലേക്ക് വന്ന BJP അവിടെ മാലിന്യം കലർത്തി ആരെ കൊല്ലാനാണ്? ആരെയാണ് കൊല്ലുക? ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലൊരു യുക്തിയെങ്കിലുമുണ്ട്. ഇയാൾ വലിയ മാനേജ്മെൻറ്റും ടെക്നോളജിയും ഒക്കെ പഠിച്ച ആളാണല്ലോ, വലിയ ബുദ്ധിമാനെന്ന് അടിക്കുന്ന ആൾ. എന്ത് വങ്കത്തരായി പറഞ്ഞു. BJP അവരുടെ ആളുകളെ കൊല്ലുകയോ? അങ്ങനെ ചെയ്യും. അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തെന്നിരിക്കാം. ഇന്ത്യയിലെ ജനങ്ങളെ കൊല്ലുമോ BJP എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? എന്താണ് ഈ പറയുന്നതിനൊരു ഒരു നിലവാരം വേണ്ടേ? രാഷ്ട്രീയക്കാരാണെങ്കിൽ നിലവാരം വേണ്ടേ? വിഷം കലർത്തി. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചു. എന്താണ് വിഷം കലർത്തി? അറിയണ്ടേ? ഡൽഹിയിലെ ആൾക്കാരിനി വെള്ളം കുടിക്കാൻ പേടിക്കില്ലേ? അവരുടെ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ അവർക്ക് പേടി തോന്നില്ലേ? അപ്പോൾ വെള്ളം കുടിക്കാതെ ആൾക്കാർ മരിക്കില്ലേ അവിടെ? അത്ര വലിയ ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രമല്ല, അദ്ദേഹത്തിൻ്റെ സമനില തെറ്റുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അതാണ് ഒരു സ്ഥിതപ്രജ്ഞനല്ലാത്ത വ്യക്തിയെപ്പോലെ, മനോനില തെറ്റിയ വ്യക്തിയെപ്പോലെ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കരുതേണ്ടത്. എന്താണ് ഈ പറഞ്ഞത്? എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ അതിന്? അതാണിപ്പോൾ 13 പേജുള്ള ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ട് അവിടുന്ന് അമോണിയ കലരുന്നു, ഇവിടുന്ന് അത് കലരുന്നു, ഇത് കലരുന്നു. ഇതെങ്ങനെ? ഇയാളുടെ കാലത്ത് ഇതുണ്ടായിട്ടില്ലേ? ഏത് കാലത്താണ് ഇതില്ലായിരുന്നത്? ഹരിയാനയിലെ മുഖ്യമന്ത്രി യമുനയിൽ ഇറങ്ങി യമുനയിലെ വെള്ളം കുടിച്ചു കാണിച്ചു. സൈനി കുടിച്ചു കാണിച്ചു. ഒരു കുഴപ്പവും അദ്ദേഹത്തിന് സംഭവിച്ചില്ല. നമ്മുടെ സാധാരണ കുപ്പിവെള്ളം ഉണ്ടല്ലോ, അത് കുടിക്കുന്നത് പോലുള്ള കുഴപ്പം, അത് തൊണ്ടയ്ക്ക് ചിലപ്പോൾ ചില ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുപോലും സംഭവിച്ചില്ല. തെളിയിച്ചു കൊടുത്തു. ഇയാൾ പറഞ്ഞത് വെറും വ്യാജമാണെന്ന്. ഇയാൾ വ്യാജനാണ്, അഴിമതിയിൽ നിറഞ്ഞ വ്യക്തിയാണ്. ഡൽഹിക്കാരെ കള്ളുകുടിപ്പിച്ചുകൊണ്ട് വോട്ട് പണം നേടി അത് ഗോവയിൽ കൊണ്ടുപോയി ചെലവഴിച്ച ആളാണ്. അരവിന്ദ് കേജ്രിവാളിന്റെ വീടിന്റെ മുമ്പിലാണ് ആ ആത്മയിലെ ഒരു MP കൊണ്ടുപോയി. കണ്ണാടി മാളികയായിരുന്നു അത്. ഇപ്പൊ മുഖ്യമന്ത്രി അല്ലാത്തതുകൊണ്ട് അദ്ദേഹം മാറി താമസിച്ചിരുന്നു. ആ വീടിന്റെ മുൻപിൽ വെച്ചാണ് സ്വാതി മേൽവാൾ എന്ന് പറയുന്ന തൻ്റെ പാർട്ടിയിലെ തന്നെ രാജ്യസഭാ MP തൻ്റെ ഗുണ്ടകളെ കൊണ്ട് അദ്ദേഹം മർദ്ദിച്ച് അവശയാക്കിയത്. അവർ പാർട്ടിയിൽ നിന്ന് പോയി. അവർ തന്നെ 3 മിനി ട്രക്കുകളിലായിട്ട് വികാസ് കൊണ്ടുവന്ന് തള്ളി. അതെ, വികാസ്പുരി എന്ന് പറയുന്ന സ്ഥലത്തെ മാലിന്യം. അത് മാത്രമേ ഉള്ളൂ. ഇത് ഡൽഹിയിലെ മുഴുവൻ മാലിന്യം കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ അരവിന്ദ് കേജ്രിവാളിന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ ഈ അഴുക്കുകൾ കുന്നുകൂട്ടിയിട്ടിട്ട്, മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാതെ കുന്നുകൂട്ടിയിട്ടിട്ട് ഡൽഹിയിലെ വെള്ളത്തിൽ വിഷം കലർത്തിയെന്ന് വങ്കത്തരം പറയുന്നു. വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അത് പഞ്ചാബിൽ നിന്ന് കലർന്ന വിഷമാണ്. അവിടെ ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഹരിയാനയിലെ മുഖ്യമന്ത്രി കാണിച്ചു കൊടുത്തു, ഈ വെള്ളത്തിൽ ഞങ്ങൾ വിഷം ചേർക്കുന്നില്ല. തന്നെയുമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പുണ്യ നദികളാണ് യമുന, ഗംഗ, സരസ്വതി നദികൾ ചേരുന്ന പ്രയാഗ്രാജിലാണ് ഈ കുംഭമേള നടത്തുന്നവരെ ആളുകൾ മുങ്ങിക്കുളിക്കുന്നത്. അതിൽ വിഷം ചേർക്കുക എന്ന് പറയുക BJP ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. ചിലപ്പോൾ AAP ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അവരെ ആവിഷ്കരിക്കുന്നുണ്ട്. വിഷമദ്യം തന്നെ ധാരാളമായിട്ട് അവിടെ വിതരണം ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. ഭരിക്കുന്നത് ഇപ്പോഴും AAP തന്നെയാണല്ലോ ഫലത്തിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചുമതല. അവരിപ്പം കെയർടേക്കർ ഗവൺമെൻറ് മാത്രമാണ് AAP, സത്യം. പക്ഷേ വിഷമദ്യം വൻതോതിൽ AAPക്കാർ ജനങ്ങൾക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കുടിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു തെളിവില്ലാത്ത മദ്യം അത് കൊടുത്ത് വോട്ട് നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പാർട്ടി എനിക്ക് തോന്നുന്ന BJP വളരെ ശക്തമായിട്ട് കടന്നു വരുന്നത്. ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രഭാവം കാണിക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല.
പക്ഷേ ഇക്കുറി അതിശക്തമായിട്ടുള്ള ഒരു ആഘാതം ഏൽപ്പിക്കാൻ തന്നെയാണ് BJP കുറച്ച് മുന്നോട്ട് നീങ്ങുന്നത്. ഇത് കണ്ട് പരിഭ്രമിച്ചിട്ട് അദ്ദേഹം നിലംപരിശാവും, പിന്നെ തിഹാർ ജയിലിൽ പോയി കഴിയേണ്ടി വരും എന്നുള്ള ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് അദ്ദേഹം മനോനില തെറ്റി പറഞ്ഞതാണ്. വിട്ടില്ല, ഇതുകൊണ്ട് രക്ഷപ്പെടില്ല പുള്ളി. 13 പേജുള്ള വിശദീകരണത്തിൽ വിഷം കലർത്തി പറ്റിയൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നു, എന്ത് വിഷമാണ് കലർത്തിയത്, എവിടെ നിന്നാണ് കലർത്തിയത്, എത്ര ശതമാനം വിഷമാണ് കലർത്തിയത്, ഇതെല്ലാം പറഞ്ഞു തരണം. ബബ്ബ അടിച്ചു പുള്ളി, ബബ്ബ അടിച്ച് നിൽക്കുകയാണ്. അമോണിയയുടെ കാര്യം പറഞ്ഞാൽ, അമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിലും ഒക്കെ ഉള്ളൊരു സാധനമാണ്. വിഷവസ്തു എന്ന് പറയാൻ പറ്റില്ല, കെമിക്കലാണ്. കെമിക്കലില്ലാത്ത നമ്മുടെ ടൂത്ത് പേസ്റ്റ് കെമിക്കലില്ലേ, ഏതിലാണ് കെമിക്കലില്ലാത്ത? വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ലേ? ഈ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിഷമാവുന്നത്? കെമിക്കൽസും അളവിൽ കൂടുതൽ കഴിച്ചാൽ അതിൽ കെമിക്കലും വിഷമാവും. അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു കാര്യം ഇദ്ദേഹം ഇങ്ങനെ വിഷം ചേർത്തു എന്നൊക്കെ ഒരു കാര്യം ഒരു പാർട്ടിയെ പറ്റി പറയും. ഒരു ഉത്തരവാദിത്വം വേണ്ടേ, വിവരം വേണ്ടേ, ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ഇതൊന്നുമില്ലാതെ പറഞ്ഞതിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടികൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിയാനയിലെ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിലിരുന്ന, പദവിയിലിരുന്ന ആൾ ഉത്തരവാദിത്തമില്ലാതെ ഇങ്ങനെ നിരന്തരം ജൽപ്പനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ BJP വിഷം ചേർത്തല്ലോ എന്ന് പറഞ്ഞ് BJP എതിർക്കും എന്നുള്ള വിചാരത്തിലാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയ അവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെറുതെ വിടുകയില്ല. യാതൊരു തെളിവും അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആരോപണമാണ് അദ്ദേഹം അവസാന നിമിഷത്തിലെ ഒരു ഒറ്റമൂലിയായിട്ട് പ്രയോഗിച്ചത്. അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചുകൊണ്ടു. അദ്ദേഹം കൊത്തിയ വിഷം അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞു കൊത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണിപ്പോൾ. നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് വാസ്തവത്തിൽ കേജ്രിവാൾ ഇപ്പോൾ. ഒരു പക്ഷേ കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, അവിടെ കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ BJP തന്നെ അധികാരത്തിൽ വരും. കഴിഞ്ഞ 2 തവണയായിട്ടും സംഭൂജ്യരാണ്. പക്ഷേ കോൺഗ്രസ്സിന് ഇപ്രാവശ്യം മുന്നേറ്റം ഉണ്ടായാൽ, കോൺഗ്രസ് പറയുന്നുണ്ട് ഇയാൾ കള്ളനാണ്, അഴിമതിക്കാരനാണ്, കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. ദേശീയ തലത്തിൽ ഒന്നിച്ചാ നിൽക്കുന്നുണ്ടെങ്കിലും ഡൽഹിയിൽ ഇവരെല്ലാം ഒറ്റയ്ക്കുള്ള മത്സരം, ഒറ്റയ്ക്കുള്ള ഇദ്ദേഹത്തിനോടൊപ്പം പിന്നെ സമാജ്വാദി പാർട്ടിയുണ്ട്, IAP-യോടൊപ്പം. ബാക്കി എല്ലാവരും കോൺഗ്രസ് ഒറ്റയ്ക്ക് അവിടെ. അതെ, ആ ഒറ്റയ്ക്ക് നിന്നാൽ കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാക്കാമെങ്കിൽ ആ ഷീലാ ദീക്ഷിത്തിൻ്റെ ഒക്കെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് വലിയ സംശയമാണത്. ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ്. അത് നേട്ടം ഉണ്ടാക്കാൻ കഴിയുവാണെങ്കിൽ തീർച്ചയായിട്ടും BJP-ക്ക് അവിടെ വന്നിട്ട് ഈ ശാപത്തിൽ നിന്ന് ഡൽഹിയെ രക്ഷിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ഡൽഹി അഭിമാന പോരാട്ടമാണ്. കാരണം രാജ്യ തലസ്ഥാനമാണ്. അതെ. പക്ഷേ അവിടുത്തെ ചേരികളിലുള്ളവരെ, പിന്നാക്ക വിഭാഗക്കാരെ എല്ലാം ഇദ്ദേഹം എന്തോ ഒരു ദൈവമാണെന്ന് പറഞ്ഞ് കയ്യിലെടുത്തിട്ട്, മറ്റൊന്നുമല്ല, അവരുടെ എല്ലാം കടങ്ങളും അങ്ങ് എഴുതി തള്ളിയിരിക്കുക, ഒന്നും കൊടുക്കണ്ട. അവരെ സാമ്പത്തികമായിട്ട് എംപവർ ചെയ്യാതെ എല്ലാം സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് കൊച്ചു പിള്ളേർക്ക് മിഠായി, താൽക്കാലിക ആശ്വാസത്തിൽ നിർത്തി അവരുടെ ആരോഗ്യം നശിപ്പിക്കുന്നത് പോലെ. കൊച്ചു പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം, അതുപോലെ മിഠായി വാങ്ങിച്ചു കൊടുക്കാം, അതുപോലെ മൊബൈൽ എടുത്ത് കളിക്കാൻ കൊടുക്കാം, പിള്ളേർക്ക് അറിയാതെ തരുന്നു. അത്തരത്തിലൊരു നയമാണ് അദ്ദേഹം ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ അപകടകരമാണ്, രാജ്യത്തിന് തന്നെ ഭീഷണിയാണ്. അവരെ എംപവർ ചെയ്യിപ്പിക്കുക, അവർക്ക് വേണ്ട തൊഴിൽ കൊടുക്കുക, വ്യവസായങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു പശ്ചാത്തലം അവർ കൊടുക്കുക. അതാണ് മോദി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അവർ ഈ അടവൊന്നും മാറ്റി ഈ ശരിക്കും ഉള്ള ഈ സഹായങ്ങൾ, ഈ ഫ്രീ ബീസ് എന്ന് പറയുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവരും പ്രഖ്യാപിച്ചിരിക്കുക. 2000 രൂപ സ്ത്രീകൾക്ക് മാസം തോറും കൊടുക്കാമെന്ന് BJP പറയുമ്പോൾ അത് 2100 കൊടുക്കാമെന്ന് പറഞ്ഞ് AAP അത് പൊട്ടിക്കാനും നോക്കുന്നുണ്ട്. നമുക്കറിയാം, താമസിയാതെ തന്നെ ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ ഫലം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.